ഞാനൊരു ചോദ്യം ചോദിക്കാം ഇതിനോട് ബന്ധപ്പെട്ട്. ഈ IS കുറിച്ച് സംസാരിക്കുമ്പോൾ, ഇസ്ലാമിക് സ്റ്റേറ്റിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ എന്തിനാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ വേവലാതിപ്പെടുന്നത്? അതാ എന്റെ ചോദ്യം. എന്തിനാണ്? അച്ഛനെ മാത്രമല്ല, ഈ കേരളത്തിലെ സാധാരണക്കാരായ ഈ പാർട്ടി അടിമകളല്ലാത്ത മനുഷ്യരുടെയൊക്കെ ചോദ്യമാണിത്. അതെ, എന്തിനാ അത്? കാരണം ഇവിടെ അത് ചോദിക്കുന്ന ആളുകളെ ഒരു മതത്തെക്കുറിച്ചല്ല സംസാരിക്കുന്നത്, ഒരു മതത്തെക്കുറിച്ചല്ല. വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നതാണ്, വിജയത്തിന്റെ വാതിൽ വാളിന്റെ തണലിൽ എന്ന് പറയുന്നതായ ഇബ്നു നുഹാസ് എഴുതിയിരിക്കുന്ന പുസ്തകം അത് നിരോധിക്കപ്പെടേണ്ടതാണ്, നിരോധിക്കണമെന്ന്. ഇവിടുത്തെ 3 DGPമാര് വളരെ കൃത്യമായിട്ട് നമ്മുടെ ഭരണകൂടത്തോട് പറഞ്ഞു. ഭരണകൂടം അത് പഠിക്കാൻ വേണ്ടി 3 പേരെ അപ്പോയിന്റ്മെന്റ് ചെയ്തിരിക്കുകയാണ്. വർഷങ്ങളായി ഇതുവരെ നിരോധിച്ചിട്ടില്ല. ആ ഒരു ഗ്രന്ഥം ഇവിടെ വരുത്തിയതായിട്ടുള്ള വിനയാണ് ഈ ഭീകരവാദം എന്നുള്ളത് എല്ലാ മനുഷ്യർക്കും അറിയാം. അതിനകത്ത് ജാതി മത വർണ്ണ വ്യത്യാസമില്ല. ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മുസ്ലിം സഹോദരങ്ങൾ നമ്മളോടൊപ്പം ആ കാര്യത്തിൽ 100% യോജിച്ചുകൊണ്ട് നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ ഒരു പ്രത്യേക മതത്തെ അല്ല പറയുന്നതെന്ന് ആദ്യം മനസ്സിലാക്കണം. ഒരു മതത്തെ അല്ല പറയുന്നത്. ഇവിടുത്തെ മുസ്ലിം സഹോദരങ്ങളാണ് ഈ കാര്യത്തിൽ ഏറ്റവും അധികം വേദന അനുഭവിക്കുന്നത്. ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിക്കുന്നത് അവരുടെ മക്കൾക്കാണ്, അവരുടെ കുടുംബങ്ങളിൽ നിന്നുള്ളവർക്കാണ്. അതിനോട് ബന്ധപ്പെട്ട് ഇതര സമുദായങ്ങൾക്ക്, മതക്കാർക്കും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് അത് നിരോധിക്കപ്പെടേണ്ടതാണ്. ഇതുപോലുള്ള ഭീകരവാദങ്ങൾ നിരോധിക്കപ്പെടേണ്ടതാണ്. അതിനെ എന്തിനാണ് നിങ്ങൾ താലോലിക്കാൻ പോകുന്നത്? ആ ഭീകരവാദത്തോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുപോലെയുള്ള പ്രവർത്തനങ്ങളും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും നിങ്ങൾ എന്തിന് അവരുടെ തോളിൽ കൈയിടാൻ പോകുന്നു? അതാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് എന്തുകൊണ്ട് അവരോട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഈ തീവ്രവാദ നിലപാടുകൾ ഞങ്ങൾക്ക് പറ്റുകയില്ല, ഇത് നിങ്ങൾ ഇല്ലായ്മ ചെയ്യണം, എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? നമ്മൾ ഒരു ചെറിയ ചോദ്യം കൂടെ ഞാൻ ഇതിനോട് ബന്ധപ്പെട്ട് ചോദിക്കാം. ആഗിയ സോഫിയയുടെ വിഷയം വന്നപ്പോൾ അവിടെ എഴുതപ്പെട്ടതായിട്ടുള്ള ആ ലേഖനത്തിൽ നമ്മുടെ ശിഹാബ് തങ്ങൾ, ഇപ്പോഴത്തെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എഴുതിയതായിട്ടുള്ള ലേഖനം ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തെ മുഴുവനും മുറിപ്പെടുത്തി എന്നുള്ളത് ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാം. അറിയത്തില്ലേ? വസന്തന് അറിയത്തില്ലേ? എല്ലാവർക്കും അറിയാം. നിങ്ങൾ ആരെങ്കിലും, ഞാൻ ശ്രീ KC വേണുഗോപാൽജിയോട് നേരിട്ട് ചോദിച്ചാണ്, നിങ്ങൾ ആരെങ്കിലും അതിനെതിരെ ഒരു ശബ്ദം ഉയർത്തിയോ? അന്ന് തുടങ്ങിയതല്ലേ ഈ വിള്ളലുകൾ?